ഇംപാക്ട് വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യപ്പെടുന്നുവെന്ന വിഷയം ഗൗരവമായി പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റുകൾ അനുവദിക്കുന്നത് സാമൂഹ്യനീതി വകുപ്പാണ്. എന്നാൽ കൂടുതലായും ഉപയോഗപ്പെടുത്തുന്നത് വിദ്യാഭ്യാസ മേഖലയിലാണ്. ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ സർക്കാരിനെ അറിയിക്കാമെന്ന് മന്ത്രി പറഞ്ഞു. ഭിന്നശേഷി വിഭാഗത്തിനായി സംവരണം ചെയ്ത ജോലി വ്യാജ സർട്ടിഫിക്കറ്റിലൂടെ തട്ടിയെടുക്കുന്ന സംഘം സംസ്ഥാനത്ത് സജീവമാണെന്ന് ന്യൂസ് മലയാളം അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് സാമൂഹ്യക്ഷേമ വകുപ്പല്ലേ, ഗൗരവമായിട്ട് എടുക്കാം, പരിശോധിക്കാം. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിലാണ് ഇത് ഏറ്റവും കൂടുതൽ വരുന്നത്. നമുക്ക് പരിശോധിച്ചിട്ട് ചെയ്യാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പരാതി എന്തെങ്കിലും ഒരു ഇതും കൂടെ തന്നാൽ നമുക്ക് നോക്കാം. ബെൻസൻ ബാബുണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്ക് ചേരുന്നത്. ബെൻസൻ നടത്തിയ അന്വേഷണം, അതിന് പിന്നാലെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച വാർത്താ പരമ്പര, ആ വാർത്താ പരമ്പര ഫലം കാണുന്നു എന്നുള്ളത് അതീവ സന്തോഷം നൽകുന്ന കാര്യം. ഈ ഭിന്നശേഷി വിഭാഗത്തിലായി സംവരണം ചെയ്ത ജോലി അത് വ്യാജ സർട്ടിഫിക്കറ്റിലൂടെ തട്ടിയെടുക്കുന്ന ഒരു സംഘം, അത് എത്രത്തോളം സജീവമാണെന്നും ആ സംഘം ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്രത്തോളം ഈ തെറ്റായ കാര്യങ്ങളാണ് എന്നുമുള്ള അതിൻ്റെ നേർക്കാഴ്ചയാണ് പ്രേക്ഷകരിലേക്ക് ബെൻസൻ നടത്തിയ അന്വേഷണത്തിലൂടെ നമ്മൾ കണ്ടെത്തിയതും എത്തിച്ചതും. ഇപ്പോൾ മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. എങ്ങനെയാണ് വിവരങ്ങൾ? സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭിന്നശേഷി സംവരണം അട്ടിമറിച്ച് നിയമനം നേടുന്നത്, അത് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിലാണ് എന്നതായിരുന്നു നമ്മുടെ അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചത്. പ്രത്യേകിച്ചും എയ്ഡഡ് സ്കൂളുകളിലെല്ലാം തന്നെ ഈ സംവരണം വന്നതോടുകൂടി തന്നെ ആ മേഖലയിലേക്ക് ഇത്തരത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് നിയമനം നേടുന്ന കാഴ്ചയായിരുന്നു കാണാനുണ്ടായിരുന്നത്. നമ്മൾ അന്വേഷണത്തിൽ ഏറ്റവും കൂടുതൽ തെളിവുകൾ ലഭിച്ചതും അതുതന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏറ്റവും ആദ്യം ഇത്തരത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം തന്നെ തേടിയത്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിനും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിനാൽ തന്നെ കൃത്യമായിട്ടുള്ള പരിശോധനകൾ ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സാമൂഹ്യനീതി വകുപ്പും ആരോഗ്യ വകുപ്പും ഈ രണ്ട് വിഭാഗങ്ങൾ കൂടി ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. കാരണം ഈ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നതിന് മുൻപ് അതിൻ്റെ ആദ്യഘട്ട പരിശോധന, അതായത് 5 വിദഗ്ധ ഡോക്ടർമാർ ചേരുന്ന ഒരു സംഘം, ഒരു കമ്മിറ്റി, അവരുടെ നേതൃത്വത്തിലാണ് ഈ സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കുന്നത്, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിനായിട്ടുള്ള അനുമതി നൽകുകയും ചെയ്യുന്നത്. അപ്പോൾ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ഇടപെടൽ അക്കാര്യത്തിൽ ഉണ്ടാവണം, പരിശോധനകൾ ഉണ്ടാവേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ സർട്ടിഫിക്കറ്റുകൾ സൈൻ ചെയ്ത് അത് ഇവർക്കായി വിതരണം ചെയ്യുന്നത്, ഈ ആളുകൾക്കായി വിതരണം ചെയ്യുന്നത് സാമൂഹ്യനീതി വകുപ്പാണ്. അപ്പോൾ ആ വകുപ്പിന്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവേണ്ടതുണ്ട്. ഈ രണ്ട് വകുപ്പ് മന്ത്രിമാരുടെയും കൃത്യമായിട്ടുള്ള പ്രതികരണം നമ്മൾ തേടും. അപ്പോൾ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരും, കൂടുതൽ പരിശോധനകളും ഉണ്ടാവേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഈ ജോലി നേടിയ ആളുകളെ തരം താഴ്ത്തി കിട്ടാനോ അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കാനോ അല്ല നമ്മൾ ഇത്തരത്തിൽ ഈ വാർത്തകൾ ചെയ്യുന്നത്. കാരണം ഇത് ഗുരുതരമായി ബാധിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്, ഈ ശരിയായിട്ടുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള മനുഷ്യർ. അവർ വർഷങ്ങളായി ഇത്തരത്തിൽ ജോലിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അർഹരായിട്ടുള്ള ആളുകൾ, ഇത്രത്തോളം ആളുകൾ പട്ടികയ്ക്ക് പുറത്തു നിന്ന് അവർ മറ്റ് ചെറിയ ചെറിയ തൊഴിലുകൾ ചെയ്ത് എങ്ങനെയൊക്കെയോ ജീവിക്കുന്ന ഘട്ടത്തിലാണ് അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ലഭിക്കേണ്ട ജോലി തട്ടിപ്പിലൂടെ തട്ടിയെടുക്കുന്ന ഒരു സംഘം പ്രവർത്തിക്കുന്നതും അവർ വലിയ പണം നൽകി അല്ലെങ്കിൽ പണം വാങ്ങി ഇത്തരത്തിൽ തട്ടിപ്പുകൾ നടത്തുകയും ചെയ്തത്. അപ്പോൾ നീതി ലഭിക്കേണ്ട ഒരു കൂട്ടം ആളുകൾ നമുക്ക് ചുറ്റിനുമുണ്ട്. അവർക്ക് നീതി ലഭിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് നമ്മൾ ഇനിയും മുൻപോട്ട് തുടർവാർത്തകൾ, ഇതിൻ്റെ തന്നെ തുടർവാർത്തകൾ ഉണ്ടാകും. അപ്പോൾ അവർക്ക് നീതി ലഭിക്കുന്നതോടൊപ്പം വരെ ന്യൂസ് മലയാളവും അവരോടൊപ്പം ഉണ്ടാകുമെന്ന ഉറപ്പ് മാത്രമാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ സാധിക്കുക. സേതുലക്ഷ്മി. തീർച്ചയായും ബെൻസൻ. ഓക്കെ, അപ്പോൾ ഈ വാർത്താ പരമ്പരയിൽ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു, മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു ബെൻസൻ.